ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്കിൽനെസ് പാർക്ക്. സ്കിൽനെസ് പാർക്കിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു മുട്ടക്രാട്ട് ഐറ്റം സാധനമാണ്. നമുക്കിന്ന് ഇതൊന്ന് ശരിയാക്കി നോക്കാം. ഇത് ഓയിൽ ലീക്ക് ആണെന്ന് പറഞ്ഞിട്ടാണ് കസ്റ്റമർ നമുക്ക് എത്തിച്ചുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ലീക്കൊക്കെ ഒന്ന് മാറ്റി ഒന്ന് റെഡിയാക്കി എടുക്കാം. ആദ്യം ഇതിൻ്റെ ഓയിൽ ടാങ്ക് തന്നെ നമുക്ക് അഴിച്ചെടുക്കാം. ഓയിൽ ടാങ്ക് അഴിച്ചാൽ അതിൻ്റെ ഉള്ളിലൊരു ഓയിൽ ഡിസ്പെൻസർ ഉണ്ട്. ഇതാ ആ കാണുന്ന സാധനമാണ് ഓയിൽ ഡിസ്പെൻസർ. അത് സാധാരണ രീതിയിൽ മെറ്റലിൻ്റെ ഒരു പ്ലേറ്റ് ആയിട്ടാണ് വരല്. പക്ഷേ ഇത് ലോക്കൽ കമ്പനി ആയ കാരണം തോന്നുന്നു ഈ സാധനം പ്ലാസ്റ്റിക്കിലാണ് ഉണ്ടാക്കിയുള്ളത്. അത് മെഷീൻ ചൂടായ കാരണം അതിൻ്റെ സീറ്റിങ്ങൊക്കെ ചൂടായി ഉരുകിയുണ്ട്. അപ്പോൾ ആ സാധനം നമ്മൾ ഊരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ഫില്ല് ചെയ്തെടുക്കണം. ഓയിൽ ഫില്ല് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ മേലത്തെ പ്ലേറ്റൊക്കെ ഒന്നിട്ട് അടച്ചിട്ട് ഒന്ന് വർക്ക് വെച്ച് നോക്കാം. ഇനി ലീക്ക് വരാൻ സാധ്യതയില്ല, കാരണം നമ്മൾ സീലൊക്കെ ഇട്ടിട്ടാണ് സാധനം സെറ്റ് ചെയ്തുള്ളൂ. ഒന്നും കൂടി പെർഫെക്ഷൻ ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പ്ലേറ്റ് നമുക്ക് ടൈറ്റ് ചെയ്യാം എല്ലെങ്കിൽ ഒക്കെ ഇട്ടിട്ട്. എന്നതിൻ്റെ ശേഷം നമുക്കൊന്ന് മെഷീൻ ചെരിച്ച് കഴിഞ്ഞാൽ ആ പ്ലേറ്റിൻ്റെ മേലെ ഒരു ഓയിൽ കേജ് ഉണ്ട്. അപ്പോൾ ഓയിലിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഗ്ലാസ്സിൽ കൂടെ നോക്കിയാൽ അറിയാൻ പറ്റും. ഇതൊക്കെ ഉണ്ടില്ലേ, ഓയിൽ കുറവുണ്ടോ, ഇനി ഒഴിക്കണമെങ്കിലും ആ ഗ്ലാസ്സുള്ള ആ നെറ്റ് അഴിച്ചാൽ നമുക്ക് അതിൽ കൂടെ ഓയിൽ ഒഴിക്കാനോ ഫില്ല് ചെയ്യാനും പറ്റും. അപ്പോൾ സാധനം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വർക്ക് വെച്ച് നോക്കാം. ഓക്കെ, സാധനം റെഡിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.